ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാൻവാൻ്റെ നിർദ്ദേശപ്രകാരം തുറന്നു പ്രവർത്തിക്കുന്ന ടോങ് ടവേൺ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കഥ പറഞ്ഞാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ടോ നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ കഥ കേട്ടാലോ? ഷിയാക്യു എഴുതിയ കത്ത് വായിച്ച് വിഷമിച്ചിരിക്കുകയാണ് വാൻവാൻ. ടവേണിൽ ബിസിനസ് നന്നായി നടക്കുന്നുണ്ട്. ഷിയാക്യുവിനൊപ്പമുള്ള ഓർമ്മകൾ അവളെ വേട്ടയാടുന്നു. സ്വന്തം ജീവിതം ബലി നൽകി ഷിയാക്യു വാൻവാൻ്റെ ജീവിതം രക്ഷിച്ചത് ഓർക്കുമ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല. ഇൻഹെങ് അവളെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിനവൾ സമ്മതിച്ചില്ല. ഷിയാമയുടെ സഹോദരി ഷിയായുനെ കുറിച്ച് കിങ്സ്യു വാൻവാൻ്റെ ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നു. ലിതു ഓണർ സിസ്റ്റർ ഹോങ് ഹിങ് ഗ്രീൻ കൊട്ടാരത്തിലെത്തുന്നു. മാസ്റ്റർ യിന്നിൻ്റെ രഹസ്യ ഭാര്യയാണ് അവർ. ഒരു മകനുമുണ്ട്. സെങ്കാവോ മരിച്ചാൽ അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ആഗ്മെൻ്റ് ഉണ്ടായിരുന്നു. വാൻവാൻ വീണ്ടും ലിതുവിലേക്ക് എത്തിയിട്ടുണ്ടെന്ന വിവരം അവർ മാസ്റ്റർ യിന്നിനെ അറിയിക്കുന്നു. ഇതേ സമയം ലിതുവിൽ വാൻവാൻ്റെ പെർഫോമൻസ് കാണാനെത്തുന്ന ഇൻഹെങ് ഫിക്സിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഗുഡ്സ് ലിതുവിൽ ഉണ്ടെന്നറിഞ്ഞിരുന്നു. വാൻവാൻ തൻ്റെ കൺമുന്നിൽ വേണമെന്ന ചിന്തയുമായി നിൽക്കുന്ന ഇൻഹെങ്ങിനെ കാണിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.